സിനിമ ആരംഭിക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് രണ്ട് ഇരട്ട കുട്ടികൾ ഒരു ഗർഭപാത്രം ഷെയർ ചെയ്യുന്നതിൻ്റെ ഒരു സോണോഗ്രാം ചിത്രമാണ്. അത് കഴിഞ്ഞ് സിനിമ പോകുന്നത് 17 വയസ്സുള്ള മരിയ സ്കൂളിൽ പോകുവാനായിട്ട് തയ്യാറെടുക്കുന്നതിലേക്കാണ്. മരിയ വളരെ ഷൈ ആയതുകൊണ്ട് തന്നെ നിരന്തരം മാർക്ക് എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡൻറ്റിൽ നിന്നും ബുള്ളിങ് ഉണ്ടാകുമായിരുന്നു. അവൾ ബസ്സിൽ കയറുമ്പോഴൊക്കെ മാർക്ക് അവളെ ശല്യം ചെയ്യുമായിരുന്നു. മരിയയ്ക്ക് ആകെയുള്ളൊരു സുഹൃത്തെന്ന് പറഞ്ഞാൽ ലില്ലി എന്ന പേരുള്ള ഒരു പെൺകുട്ടിയാണ്. പക്ഷേ എന്നിരുന്നാലും ലില്ലി മറ്റു കൂട്ടുകാരെ കാണുമ്പോൾ മരിയെ ഒഴിവാക്കി വിടുമായിരുന്നു. മരിയ എന്നും ഒറ്റപ്പെട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം മരിയയും ലില്ലിയും ഐസ് ഹോക്കി ടീമിൻ്റെ കളി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് ലില്ലി ആ കളി മുടക്കിക്കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് കയറി ചെല്ലും. അതിനുശേഷം ലില്ലിയും അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഷീനുമായിട്ട് ഇൻറ്റിമേറ്റായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ മരിയ ഇത് കണ്ട് ജലസ് ആയിട്ടിരിക്കും. കാരണം അവൾക്ക് ഷീന് ഒരു നോട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം അവൾ അച്ഛനായിട്ടുള്ള ഡാൻ്റെയും അമ്മയായിട്ടുള്ള എമ്മിയുടെയും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ അച്ഛനാണ് ഒരു പ്ലാസ്റ്റിക് സർജനാണ്. അതുപോലെ തന്നെ അവളുടെ അച്ഛൻ അവളുടെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അവളെ ഒരു പ്രത്യേക ലൈഫിൽ കൊണ്ടു നടക്കുന്ന ആളാണ്. അതേസമയം അവളുടെ അമ്മയായിട്ടുള്ള എമ്മിയാണെങ്കിൽ അവളെ എല്ലാ കാര്യം സപ്പോർട്ട് ചെയ്യുകയും അവൾക്കൊരു ഫ്രീഡം കൊടുക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷേ അവൾ എന്തൊക്കെ മകളെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാലും അവൾ സ്വയം ഡിപ്രഷനിലായിരുന്നു. കാരണം അവളുടെ ഭർത്താവ് ഭയങ്കര ചീത്തവിളിയും അവളെ അടിച്ചമർത്തുന്ന ഒരു സ്വഭാവമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ എന്നും ഡിപ്രഷനിൽ തന്നെ ഇരിക്കും. അങ്ങനെ ഒരു പ്രോഗ്രാമിന് പോകാനായിട്ട് തൻ്റെ മകളെ ഒരുക്കുന്നതിനെ പറ്റിയൊക്കെ എമ്മ സംസാരിക്കും. പക്ഷേ മരിയ അതിൽ നിന്ന് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അങ്ങനെ മരിയ പോയ ശേഷമാണ് ഡീൻ പറയുന്നത് തൻ്റെ മകൾ വലിയൊരു തോൽവിയാണെന്ന്. പക്ഷെ മരിയ ഇത് അവിടെ നിന്ന് കേട്ടുകൊണ്ടിരുന്ന അവൾ വളരെ വിഷമത്തിലായി കരഞ്ഞുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞാണ് അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും മുറിയുടെ കണ്ണാടിയുടെ പിറകിൽ നിന്നും ഇരട്ടക്കുട്ടികളുടെ സോണോഗ്രാം പടം അവൾ കാണുന്നത്. അങ്ങനെ അതിനുശേഷം അവൾ കുളിക്കാൻ പോയിട്ട് ഈ കണ്ണാടിയുടെ അടുത്തേക്കുമ്പോൾ ആ കണ്ണാടിയുടെ റിഫ്ലക്ഷൻ ചലിക്കുന്നത് അവൾ കാണുന്നത്. അവൾ പേടിച്ച് ബാത്റൂമിൽ ഇറങ്ങി ഓടും. അങ്ങനെ പിറ്റേന്ന് അവൾ അതിനെപ്പറ്റി അവളുടെ അച്ഛനോട് പറയും. പക്ഷെ അവൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ മരിയ കോളേജിലെത്തും. ഈ പ്രാവശ്യവും അവൾ ഒറ്റയ്ക്കാണ് നടക്കുന്നത്. മാർക്ക് അവളെ തട്ടി താഴെ വിട്ട് എല്ലാവരും മുമ്പ് വെച്ച് കളിയാക്കിക്കൊണ്ടിരിക്കും. എന്നാൽ ഷീൻ മാത്രം അവളെ കളിയാക്കാതെ വന്ന് അവളെ എഴുന്നേൽപ്പിക്കുകയും മാർക്കിനോട് കയറി ചൂടാവുകയും ചെയ്യും. അങ്ങനെ അന്ന് രാത്രി വീട്ടിലെത്തിയ മരിയ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും അവളുടെ പേര് വിളിക്കുന്ന കാണും. അങ്ങനെ അവൾ പേടിച്ച് ബാത്റൂമിലേക്ക് ചെല്ലുമ്പം അവളുടെ തന്നെ റിഫ്ലക്ഷൻ തിരിഞ്ഞ് നിൽക്കുന്ന കാണും. ആ റിഫ്ലക്ഷൻ തിരിഞ്ഞതിന് ശേഷം അവളുടെ പേര് ആരാമാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും അവളെ. അങ്ങനെ ഇതുവരെ പോയ കഥ ഇനി ഡാർക്ക് ടേണിലേക്കാണ് പോകുന്നത്. അറാം അവളോട് പറയും അവളുടെ വേദന മാറ്റുന്ന എല്ലാ മരുന്നുകളും അവളുടെ കയ്യിലുണ്ടെന്ന്. അതിനുശേഷം അറാം അവളെ ചിരിപ്പിക്കുവാൻ മാക്സിമം നോക്കും. അങ്ങനെ മരിയയുടെ വിഷമങ്ങൾ മാറ്റി അവളെ ചിരിപ്പിക്കും. അങ്ങനെ അറാം അവളുടെ യഥാർത്ഥ ലക്ഷ്യം മറച്ചു വെച്ച ശേഷം മരിയയുമായിട്ട് വളരെ നല്ല സൗഹൃദം പങ്കിടുകയും അവർ തമ്മിൽ ഈ ചെറിയ സമയം കൊണ്ട് തന്നെ വലിയ ക്ലോസ് ഫ്രണ്ട്സ് ആവുകയും ചെയ്യും. പിറ്റേന്ന് സന്തോഷത്തോടെ ഇരിക്കുന്ന മരിയയെ കണ്ട എമയും വളരെ സന്തോഷിക്കുന്നു. പിന്നീട് മരിയ പോകുന്നത് തൻ്റെ പിതാവിൻ്റെ ക്ലിനിക്കിലേക്കാണ്. അവിടെ ചെന്നപ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് പിതാവ് പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന്. ഡാൻ വളരെ ക്ലോസ് ആയിട്ട് റൊമാൻറ്റിക് രീതിയിൽ പേഷ്യൻസിനോട് ഇടപെടുന്നത് മരിയ കണ്ടു. എന്നാൽ മരിയ ഇതൊന്നും വലിയ മൈൻഡ് ചെയ്യാതെ ഇരിക്കും. അതിനുശേഷം മരിയ ഡാനിൻ്റെ കൂടെ ഒരു സിനിമയ്ക്ക് പോകും. അവർ വളരെ സന്തോഷത്തോടെ സിനിമയെല്ലാം കണ്ടതിന് ശേഷം വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ മരിയ പെട്ടെന്ന് മാർക്കുമായിട്ട് കൂട്ടിയിടിക്കുന്നു. എന്നാൽ മരിയയുടെ കൂടെ ഡാൻ ഉള്ളത് കൊണ്ട് തന്നെ മാർക്ക് ഡാനിനെ പരിചയപ്പെടുകയും മരിയയുടെ നല്ലൊരു സുഹൃത്താണെന്ന് പറയുകയും ചെയ്യും. എന്നാൽ മാർക്കിൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ ചിരിക്കുന്നത് കണ്ട ഡാനിന് മനസ്സിലാകുന്നു തൻ്റെ മകൾ അവരിൽ നിന്ന് ഹറാസ് നേരിടുന്നുണ്ടെന്ന്. പക്ഷേ അവൻ അതിലൊന്നും ഇടപെടാതെ മരിയയുടെ കൂടെ കാറിൽ പോകുന്നു. കാറിൽ പോകുന്ന വഴിക്ക് മരിയയോട് അടുത്ത ദിവസം അവളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിക്കുവാനായിട്ട് തൻ്റെ ക്ലിനിക്കിലേക്ക് വരുവാൻ പറയും. അങ്ങനെ മരിയ സന്തോഷത്തോട് വീട്ടിൽ ചെന്ന് ആറാമിനോട് തൻ്റെ പിതാവ് തനിക്ക് ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞതിനെ പറ്റി പറയുന്നു. എന്നാൽ ആറാം പറയും ഞാൻ ഒരിക്കലും മരിയയെ ജെന്യുവനായിട്ട് സ്നേഹിക്കുന്നില്ലെന്ന് പറയും. പക്ഷേ മരിയ തനിക്ക് തൻ്റെ പിതാവ് എന്താണ് തരാൻ പോകുന്നതെന്നുള്ള ഒരു സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലും ഇരിക്കുകയായിരുന്നു. മറിയ ആരാമിനോട് പറയും തൻ്റെ പിതാവ് തനിക്കൊരു കാറായിരിക്കും തരാൻ പോകുന്നത്. കാരണം തനിക്ക് ബുള്ളീസിൽ നിന്ന് രക്ഷപ്പെടാൻ അത് വലിയൊരു സഹായമാകുമെന്ന്. എന്നാൽ മരിയെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു തൻ്റെ പിതാവിൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ്. അവളെ ഡാൻ നേരെ ഒരു കണ്ണാടിയുടെ മുന്നിൽ കൊണ്ടിരുത്തുകയും അവളുടെ മൂക്കിന് ഒരുപാട് സ്ട്രക്ചറൽ ഡിഫറൻസ് ഉണ്ടെന്നും അതുകൊണ്ട് ഫ്രീ ആയിട്ട് റൈനോപ്ലാസ്റ്റി ചെയ്തു തരാമെന്നും പറയുന്നു. അതായിരുന്നു അവൾക്ക് അവൻ കൊടുക്കുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ്. വളരെ വിഷമത്തോടെയാണല്ലോ മരിയ തൻ്റെ പിതാവിനോട് എല്ലാ കാര്യവും സമ്മതിക്കുന്നു. ഓപ്പറേഷനും തയ്യാറാണെന്ന് പറയുന്നു. അങ്ങനെ മരിയ ചെന്ന് ആരാമിനോട് തൻ്റെ വിഷമങ്ങളൊക്കെ പറയും. അപ്പോൾ തന്നെ ആരാം ചോദിക്കും ഡാനിൻ്റെ ക്യാരക്ടറിനെ പറ്റി നേരത്തെ പറഞ്ഞതല്ലേന്ന്. അപ്പം തന്നെ ആരാം മരിയയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഡാനിൻ്റെ അഫെയർസിനെയൊക്കെ പറ്റി പറഞ്ഞ് ചിരിപ്പിക്കും. പെട്ടെന്നാണ് മരിയയുടെ ശബ്ദം കേട്ട് എമി അങ്ങോട്ട് വരുന്നതും എന്താണ് ബഹളം എന്ന് ചോദിക്കുന്നത്. മരിയ അതെല്ലാം ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് എമി അവിടുന്ന് ഒഴിവാക്കും. എമി നേരെ ചെന്ന് ഡാനിനോട് തൻ്റെ മകളുടെ മാറ്റത്തെക്കുറിച്ച് പറയും. പക്ഷേ ഡാൻ ഉടനെ സ്ലീപ്പിംഗ് പിൽസും കൊടുത്ത് എമിയെ മയക്കി കിടത്തും. അങ്ങനെ ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എമി ഡാനിനോട് പറയും പഴയ സ്വപ്നങ്ങളെല്ലാം വീണ്ടും വരാൻ തുടങ്ങിയെന്ന്. അത് കഴിഞ്ഞ് പിറ്റേന്ന് മരിയയും ലില്ലിയും കൂടെ സ്കേറ്റിംഗ് പഠിക്കാനായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകും.
അവിടെ ചെന്ന് കഴിഞ്ഞ് പതിയെ രണ്ടുപേര് സ്കേറ്റിംഗ് ഒക്കെ പഠിക്കാൻ തുടങ്ങും. തുടക്കത്തിൽ ലില്ലി മരിയെ സപ്പോർട്ട് ചെയ്തെങ്കിലും മരിയ വീണ് കഴിയുമ്പോൾ ലില്ലി അവളെ മൈൻഡ് പോലും ചെയ്യാതെ അവളുടെ ഇഷ്ടത്തിന് സ്കേറ്റ് ചെയ്ത് നടക്കും. കാരണം മരിയയ്ക്ക് സീനിനെ നോട്ടമുള്ളത് ലില്ലി മനസ്സിലാക്കി. അപ്പോൾ ലില്ലി അവളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി പകരം വീട്ടുകയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇന്നത്തെ പോലെ മരിയ ആറാമിനോട് നടന്ന കാര്യമെല്ലാം പറയും. അപ്പം തന്നെ ആറാം പറയും ലില്ലി ഒരിക്കലും ഒരു നല്ല ഫ്രണ്ടല്ല, അവളെന്നും നിന്നെ ഹറാസ് ചെയ്തവളെന്ന്. അത് കഴിയുമ്പോഴത്തേക്കിനും മരിയ പറയും ലില്ലിക്ക് ഒരു അവസരം കൂടെ കൊടുക്കാമെന്ന് പറയുമ്പോൾ ആറാം അത് തടയും. അത് കഴിഞ്ഞ് ആറാം മരിയോട് പറയും അവളുടെ എല്ലാ പ്രശ്നങ്ങളും മാറണമെങ്കിൽ അവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യണമെന്ന് പറയും. മരിയുടെ സ്ഥാനത്ത് ആറാം വന്നതിന് ശേഷം അവളുടെ എല്ലാ വിഷമങ്ങളും മാറ്റാമെന്ന് പറയും. അങ്ങനെ അവർ രണ്ടും പതിയെ കൈവച്ച് സ്വിച്ച് ചെയ്യാൻ തുടങ്ങും. പെട്ടെന്നാണ് അങ്ങോട്ട് എമി കയറി വരുന്നതും അവർ ആ സ്വിച്ചിങ് പ്രോസസ്സ് നിന്ന് പോകുന്നതും. പിറ്റേന്ന് തൻ്റെ മകളെ ഒരുക്കിയ ശേഷം കോളേജിലെ ഒരു പാർട്ടിയിലേക്ക് എമി പറഞ്ഞു വിടുന്നു. എന്നാൽ മരിയയ്ക്കൊരു താല്പര്യമില്ലായിരുന്നു പോകാൻ. പക്ഷേ എമിയുടെ നിർബന്ധം കാരണം അവൾ ആ പാർട്ടിയിലേക്ക് പോകും. അവിടെ ചെന്ന ശേഷം അവൾക്ക് തോന്നുന്നു വരണ്ടായിരുന്നുവെന്ന്. കാരണം എല്ലാവരും ഇവിടെ സ്കേറ്റ് ചെയ്ത് നടക്കുമ്പോൾ അവൾക്ക് മാറി സ്കേറ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ നിൽക്കും. പെട്ടെന്നാണ് അങ്ങോട്ട് ഷീൻ വരികയും അവളുടെ കയ്യിൽ പിടിച്ച് സ്കേറ്റ് ചെയ്യുന്നത് ചോദിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അവർ തമ്മിൽ പതിയെ സ്കേറ്റ് ചെയ്ത് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇവരുടെ ഡാൻസ് അസൂയോടെ ലില്ലി നോക്കി നിൽക്കും. പെട്ടെന്നാണ് മരിയ കാൽ വഴുതി അങ്ങോട്ട് വീഴുന്നത്. അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ചെന്ന ഷീനെ ലില്ലി തടയും. അങ്ങനെ ഈ പ്രാവശ്യം മരിയെ രക്ഷിക്കാൻ എത്തിയത് മാർക്കായിരുന്നു. അങ്ങനെ മാർക്ക് മരിയെ സഹായിക്കാനായിട്ട് തൻ്റെ കൈകൾ നീട്ടുന്നു. അങ്ങനെ മരിയ കൈ കൊടുത്തത് മാർക്ക് മരിയെ വലിച്ചിഴച്ചുകൊണ്ട് എല്ലാവരുടെയും മുന്നിലൂടെ നടക്കും. എല്ലാവരും അവളെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവിടുന്ന് അപമാനിതയായിട്ട് അവൾ വീട്ടിലേക്ക് വന്ന് വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴേക്കും ആറാം പറയും ഇനി ഒന്നും നോക്കണ്ട, രണ്ടുപേരും പ്ലേസ് സ്വിച്ച് ചെയ്യുക. അപ്പോൾ അവൾ എല്ലാ വിഷമം മാറുന്നു. അങ്ങനെ അവർ തമ്മിൽ കിസ് അടിക്കുമ്പോഴത്തേക്കിനും രണ്ടുപേരെയും പ്ലേസ് സ്വിച്ച് ആകുന്നു. അങ്ങനെ മരിയയുടെ സ്ഥാനത്തേക്ക് ആറാം വരുന്നു. ആറാം നേരെ ബെഡിൽ പോയി ഒരു സിഗരറ്റും വലിച്ച് കിടക്കും. ഇതേ സമയം എമി സ്വപ്നത്തിലായിരുന്നു. താനൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതും എന്നാൽ ആ കുഞ്ഞിനെ ഡോക്ടർമാർ എടുത്തുകൊണ്ട് പോകുന്നതുമായിരുന്നു ആ സ്വപ്നത്തിൽ. അങ്ങനെ സ്വപ്നത്തിൽ നിന്ന് അവൾ പതിയെ ഞെട്ടി എഴുന്നേൽക്കുന്നു. അതിനുശേഷം പിറ്റേ ദിവസം മരിയയെ കണ്ട എമി അത്ഭുതത്തോടെ നിൽക്കുന്നു. കാരണം മരിയയുടെ സ്വഭാവം മുഴുവനായിട്ട് മാറിയിരുന്നു. എന്നും ഇച്ചിരി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മരിയ വലിച്ചു വാരി കഴിക്കുന്നത് കാണുന്നു. എമി ഇതൊന്നും കാര്യമാക്കാതെ തൻ്റെ മകളുടെ മാറ്റത്തിൽ സന്തോഷത്തോടെ ഇരിക്കും. അങ്ങനെ മരിയായിട്ട് മാറിയ ആറാം പതിയെ കോളേജിലേക്ക് ചെല്ലും. പക്ഷേ ഈ തവണ വളരെ കോൺഫിഡൻസോട് കൂടിയായിരുന്നു അവൾ നടന്നു കയറിക്കൊണ്ടിരുന്നത്. അങ്ങനെ എപ്പോഴത്തേം പോലെ മാർക്ക് കമൻ്റ് അടിക്കും. പക്ഷേ ഈ തവണ അവൾ മാർക്കിൻ്റെ അടുത്തേക്ക് ചെന്ന് അവനെ സെഡ്യൂസ് ചെയ്യും. അപ്പോഴൊക്കെ ഷീൻ ആറാമിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും എന്ത് പറഞ്ഞാണ് അവനെ സൈലൻ്റ് ആക്കുന്നത്. ഈ അവസരം മോളത്തിലെടുത്ത് ആറാം ഷീനിനെ സെഡ്യൂസ് ചെയ്യാൻ നോക്കും. അത് കേൾക്കുന്ന ഷീനിന് പെട്ടെന്ന് അടി കൊണ്ടുപോലെ തോന്നും. അത് കഴിയുമ്പോഴാണ് അങ്ങോട്ട് ലില്ലി വരുന്നതും മരിയയുടെ തലേദിവസത്തെ കാര്യങ്ങൾ പറഞ്ഞ് അവളെ കളിയാക്കാൻ ശ്രമിക്കുന്നതും. പക്ഷേ ആറാം ഇതൊന്നും മൈൻഡ് ആക്കാതെ ലില്ലിയോട് ഒന്നുകൂടെ സ്കേറ്റിംഗ് പഠിപ്പിക്കാമെന്ന് ചോദിക്കും. തൻ്റെ കൂട്ടുകാരുടെ മാറ്റം ആദ്യം ലില്ലി ശ്രദ്ധിച്ചെങ്കിലും അത് കഴിഞ്ഞ് ലില്ലിയും അവളെ സ്കേറ്റിംഗ് പഠിപ്പിക്കാമെന്ന് സമ്മതിക്കും. അതിനുശേഷം ആറാം പോകുന്നത് തൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണ്. അവിടെ ചെന്ന് ഒരുപാട് അച്ഛനെ മിസ് ചെയ്തെന്നൊക്കെ പറയും. അവളുടെ സംസാരം കേൾക്കുമ്പോൾ പുള്ളിയും ആദ്യം കൺഫ്യൂഷൻ നിൽക്കും. ഏകദേശം 10-15 വർഷം കഴിഞ്ഞ് കാണുന്ന പോലെയായിരുന്നു അവൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ആറാമിനറിയായിരുന്നു അവളുടെ അച്ഛന് ഒരുപാട് അപേസ് ഉണ്ടെന്ന്. ഈ സത്യം അവളുടെ അമ്മയ്ക്കും അറിയായിരുന്നു. പക്ഷേ അവളുടെ അമ്മ ഭയം കൊണ്ട് ഇതെല്ലാം മറച്ചു വെക്കുമായിരുന്നു. എന്നിരുന്നാലും അവളുടെ അമ്മേനെ എല്ലാം തെളിവ് സഹിതം കാണിക്കണമെന്ന് അവൾക്ക് തോന്നി. റിസപ്ഷനിൽ ആരുമില്ലാത്ത സമയം നോക്കി ആറാം ഡാൻ്റെ ഗേൾഫ്രണ്ടിനെ വിളിച്ച് 1 മണിക്ക് വരണമെന്ന് പറയും. അത് കഴിഞ്ഞ് ആറാം ഓഫീസ് ഫോണിൽ നിന്ന് വിളിക്കുന്നത് അവളുടെ അമ്മയെ തന്നെയാണ്. അവളുടെ അമ്മയോട് പറയും ഡാനുമായിട്ട് ഡേറ്റിംഗ് ഉണ്ട്, 1 മണിക്ക് തന്നെ വരണമെന്ന് പറയും. അങ്ങനെ ഡാനിൻ്റെ വൈഫും ഡാനിൻ്റെ ഗേൾഫ്രണ്ടും ഒരേ സമയത്ത് തന്നെ വരികയും ഡാനിൻ്റെ വൈഫിന് അതാണ് ഡാനിൻ്റെ ഗേൾഫ്രണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അന്ന് വൈകുന്നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം ആറാം തൻ്റെ അമ്മയോട് ചോദിക്കും അച്ഛൻ എവിടെയെന്ന്. അവളുടെ അമ്മയ്ക്ക് സത്യങ്ങൾ അറിയാമെങ്കിൽ പോലും അവളുടെ അമ്മ പറയും അദ്ദേഹത്തിന് ഒരുപാട് വർക്കുണ്ടെന്ന്. പക്ഷേ ദേഷ്യം വന്ന് ആറാം പറയും ഇനിയില്ല സത്യം മനസ്സിലാക്കുക, അവളുടെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ കൂടെ കിടക്കുവാന്ന് പറയും. ഇത് കേട്ട ഉടനെ എമി ആറാമിൻ്റെ കർണക്കുറ്റി നോക്കി ഓർണം കൊടുക്കും. അതിനുശേഷം എമി ആറാമിനോട് സോറി പറഞ്ഞാൽ ആ സത്യമെല്ലാം മനസ്സിലാകും. അപ്പോൾ അടി കിട്ടിയെങ്കിലും ആറാം ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം അവളുടെ പ്ലാൻ സക്സസ് ആയതുകൊണ്ട്. പക്ഷെ മരിയ വലിയ സന്തോഷത്തിലല്ലായിരുന്നു. മരിയ ആറാമിനോട് പറയും അവളുടെ അമ്മയോടുള്ള പെരുമാറ്റം ശരിയല്ലെന്ന് പറയും. പക്ഷെ ആറാം പറയും മരിയയ്ക്ക് ധൈര്യമില്ലായിരുന്ന കാര്യങ്ങളൊക്കെയാണ് ആറാം ഇപ്പോൾ ചെയ്യുന്നതെന്ന്. പിന്നീട് ആറാം മരിയോട് പറയുന്നത് അവളെ വിശ്വസിക്കുക, അവളെ മരിയയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി തരുമെന്നാണ്. ആദ്യം മരിക്കൊരു സംശയം തന്നെങ്കിലും പിന്നെ മരിയ വിശ്വസിച്ചു. പിറ്റേന്ന് കോളേജിൽ വെച്ച് എല്ലാവരും പോയതിനു ശേഷം ആറാം മാർക്കിനെ ബാത്റൂമിലേക്ക് ക്ഷണിക്കും. അങ്ങനെ മരിയനെ തപ്പി വരുന്ന മാർക്കിനെ ആറാം പിന്നിൽ നിന്ന് ഹോക്കി സ്റ്റിക്ക് വെച്ച് അടിച്ചു വീഴ്ത്തും. വേദന കൊണ്ട് അവൻ നിലവിളിക്കും. അതിനുശേഷം അവൾ പറയും ഇനി മേലാൽ അവളോട് കളിക്കാൻ നിൽക്കില്ലെന്ന്. അങ്ങനെ മരിയോട് ഇത്രയും കാലം ചെയ്തതിനെല്ലാം ആറാം പകരം വീട്ടും. അത് കഴിഞ്ഞ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ലില്ലിയും ആറാമും കൂടെ സ്കേറ്റിംഗ് പഠിക്കാൻ ചെല്ലുന്നതാണ്. ഈ പ്രാവശ്യം ലില്ലി അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആറാം വളരെ നല്ലപോലെ സ്കേറ്റ് ചെയ്യും. മരിയേക്കാൾ എല്ലാ കാര്യത്തിലും മുന്നിലാണെന്ന് വിചാരിച്ചിരുന്ന ലില്ലിക്ക് അത് പെട്ടെന്ന് ഒരു അടിയായ പോലെ ആവും. അതിനുശേഷം ലില്ലി പല മൂവ്മെൻറ്റ് കാണിക്കും. ആറാം അതെല്ലാം കോപ്പി ചെയ്തൊരു പ്രൊഫഷണലിനെ പോലെ കാണിച്ചുകൊണ്ടിരിക്കും.
പിന്നീട് അറാമിൻ്റെ നോട്ടത്തിൽ പന്തികേട് വന്ന് ലില്ലി പതി അവിടുന്ന് മുങ്ങാൻ നോക്കും. പക്ഷേ അറാം അവളുടെ പിന്നാലെ ചെല്ലും. അങ്ങനെ അഗ്രസീവായിട്ട് വരുന്ന അറാമിൻ്റെ അടുത്ത് രക്ഷപ്പെട ഓടുന്ന വഴിക്ക് ലില്ലി തെന്നിച്ചെന്ന് വീണ് ഒരു മതിലിലിടിയും. അങ്ങനെ അറാമിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ലില്ലി മരിച്ചു വീഴും. അറാം ഉടനെ പോലീസിനെ വിളിച്ച് കരയും ലില്ലിയുടെ മരണത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട്. അങ്ങനെ അന്ന് വൈകുന്നേരം അറാം ചെയ്തതിനെപ്പറ്റി ഓർത്ത് മരിയ വളരെ വിഷമത്തോടെ കരയും. പക്ഷെ അറാം പറയും ലില്ലി എന്നും തനിക്ക് ഉപദ്രവം മാത്രമല്ല ഉണ്ടാക്കിയിട്ടുള്ളൂ, ഇല്ലാതായതുകൊണ്ട് നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ എന്ന് പറയും. മരിയ വീണ്ടും തിരിച്ചു വരെ അവിടെ കിടന്ന് ബഹളം വെക്കും. പക്ഷെ അറാം പറയും അവൾക്ക് ഒരുപാട് കാര്യങ്ങളോട് ചെയ്യാനുണ്ടെന്ന്. അങ്ങനെ ലില്ലിയുടെ സംസ്കാര ചടങ്ങുകളിൽ ഷീനെ കണ്ട അറാം വൈകുന്നേരം ഷീൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവൾ അവസരം മുതലെടുത്ത് മരിയ സ്വപ്നം കണ്ട പോലെ അവനിലേക്ക് അടുക്കുവാൻ ശ്രമിക്കും. അവൾ അവിടെ വെച്ച് സീനെ വശീകരിച്ചെടുക്കാൻ വേണ്ടി നോക്കും. ആദ്യം അവൻ അതെല്ലാം എതിർക്കും. പക്ഷെ പതിയെ പതിയെ അവൻ അവളുടെ വലയിലേക്ക് വീഴും. പിന്നീട് കാണിക്കുന്നത് അറാമും അവളുടെ അച്ഛനായിട്ടുള്ള ഡാനും കൂടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അറാം വളരെ ശബ്ദം ഉണ്ടാക്കി കഴിച്ചുകൊണ്ട് എല്ലാവർക്കും ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവളുടെ അച്ഛൻ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ അവൾ കാലിന്മേ കാല് കയറ്റി വെച്ച് അവളുടെ അച്ഛനെ ചാലഞ്ച് ചെയ്യും. ഡാൻ ഉടനെ അവളോട് പറയും അവൾ വെറും ഒരു ടീനേജറാണെന്ന് പറയും. പക്ഷേ ഡാൻ പറയുന്നതിൻ്റെ അനുസരിച്ച് അവൾ അഹങ്കാരത്തോടെ പെരുമാറും. ഇതേസമയം കോളേജിൽ ആറാം ഷീനെ ഡേറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആറാം ഷീനെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരും. എമ്മയ്ക്ക് അത് വലുതായിട്ട് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. പക്ഷേ എമ്മേനെ അവൾ സൈലൻ്റ് ആക്കിയിട്ട് ഷീനെയും വിളിച്ചുകൊണ്ട് അവളുടെ മുറിയിലേക്ക് പോകും. പിറ്റേന്ന് കോളേജ് ചെല്ലുമ്പോഴാണ് ലില്ലിയുടെ കേസന്വേഷണത്തിനാണ് പോലീസുകാർ അവിടെ നിൽക്കുന്ന ആറാം കാണുന്നത്. ഉടനെ തന്നെ ആറാം ഷീനെ നിർബന്ധിച്ചുകൊണ്ട് ഇന്നും ക്ലാസ് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അവനെയും വിളിച്ചുകൊണ്ട് ഒരു മോട്ടലിലേക്ക് പോകും. അങ്ങനെ ഹോട്ടലിൽ ചെന്ന ശേഷം അവർ ഡ്രസ്സൊക്കെ മാറി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഷീനെ അവൻ്റെ അമ്മ വിളിക്കുന്നത്. ഉടനെ തന്നെ കോളേജിലേക്ക് വരണം, പോലീസുകാർ അവിടെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ഷീൻ ആറാമിനോട് പറയും ഉടനെ തന്നെ കോളേജിൽ പോകണം, കേസിന് പോലീസുകാർ വന്നിട്ടുണ്ടെന്ന്. പക്ഷേ ആറാം ഇതിനെ എതിർക്കുകയും മരിച്ചു പോയവരെ പറ്റി പിന്നെന്തിനാ ചിന്തിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഷീന് ചെറിയ സംശയം തോന്നുകയും ഇവൾ പോലീസുകാരിൽ നിന്ന് ഒഴിവാകുമല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യും. ലില്ലി മരിച്ച സമയത്ത് നീയല്ലായിരുന്നു കൂടെ ഉണ്ടായിരുന്നതെന്ന് ഷീൻ അവളോട് ചോദിക്കും. ഉടനെ തന്നെ ഷീൻ പോലീസിനെ വിളിക്കാൻ പോവുകയെന്ന് പറയും. അങ്ങനെ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ആറാം അവിടെ ഇരുന്ന ബോട്ടിലെടുത്ത് ഷീൻ്റെ തലക്കിട്ടടിക്കും. പോയിൻറ്റ് ബ്ലാങ്കിൽ അടികിട്ടിയോണ്ട് ഷീൻ സ്പോട്ടിൽ തന്നെ മരിക്കും. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം ആറാമും മരിയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരുമിച്ചിരുന്ന് കരയും. പിന്നീട് കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്കാണ്. മരിയയ്ക്ക് ജനിച്ചപ്പോൾ ഒരു ടിൻ സിസ്റ്റർ ഉണ്ടായിരുന്നെന്നും അവളുടെ മുഖം വികൃതമായിരുന്നുകൊണ്ട് അവളുടെ അച്ഛൻ അവളുടെ അമ്മയോട് പറയാതെ തന്നെ അവളെ കൊന്നു കളഞ്ഞെന്ന്. അങ്ങനെ ചെറുപ്പത്തിലെ നശിച്ചുപോയ ടിൻ സിസ്റ്ററായിരുന്നു ആറാമായിട്ട് പിന്നീട് വന്നത്. പിന്നീട് ആറാം മദ്യപിച്ചുകൊണ്ട് അവളുടെ അച്ഛൻ്റെ ക്ലിനിക്കിലേക്ക് പോകും. അവളുടെ അച്ഛൻ അവളെ എടുത്ത് പരിചരിച്ച് കിടത്തും. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവൾ അവിടെ ന്യൂഡായിട്ട് നിൽക്കുന്നത് കാണുന്നത്. ദേഷ്യം വന്ന് ഡാൻ അവളോട് ഡ്രസ്സെല്ലാം എടുത്തിടാൻ പറയും. പക്ഷെ അവൾ വീണ്ടും ഉള്ള ഡ്രസ്സും കൂടി ഊരിക്കളഞ്ഞ ശേഷം അവളെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഡാൻ ആദ്യം ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കി വിടാൻ നോക്കും. പക്ഷേ അവൾ അടുത്തോട്ട് വരുന്ന കണ്ട ഡാൻ അവളെ ഇഷ്ടമാണ്, ഇനിയെങ്കിലും ആ ഡ്രസ്സ് എടുത്തിടാൻ പറയും. പെട്ടെന്ന് ആറാം അവിടെ ഇരിക്കുന്ന കത്തിയെടുത്ത് ഡാൻ്റെ കഴുത്തറുത്ത് വിടും. അങ്ങനെ ആറാമിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഡാൻ അവസാന ശ്വാസം വലിക്കും. അതിനുശേഷം ആറാം കണ്ണാടിയിൽ പോയി മരിയനെ നോക്കും. പക്ഷെ ആറാം എത്ര വിളിച്ചിട്ട് മരിയ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ദേഷ്യം വന്ന് അവൾ കണ്ണാടി ഇടിച്ച് പൊട്ടിച്ച ശേഷം അവൾ വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ വന്ന ശേഷം അവൾ അവളുടെ അമ്മയുടെ കൂടെ കട്ടിലേക്ക് കിടക്കും. പെട്ടെന്നാണ് അവിടെ ലൈറ്റ് ഓണാകുകയും ചെയ്യുന്നതും അവിടെ 2 പെൺകുട്ടികളും ഇരിക്കുന്നത് കാണിക്കുന്നതും. അങ്ങനെ സിനിമയുടെ അവസാനം നമ്മളോട് പറയുന്നത് മരിയയും ആറാമും ഒരാളായിട്ട് മാറിയിരിക്കുന്നു എന്നാണ്.